മോദി ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും ഏറ്റവും കൂടുതൽ റാലികൾ നടത്തിയത് ദക്ഷിണേന്ത്യയിൽ തന്നെയായിരുന്നു. തെലങ്കാനയും ആന്ധ്രയും ഒപ്പം തന്നെ തമിഴ്നാടും കേരളവുമാണ് ഏറ്റവും കൂടുതൽ തവണ മോദി വന്നുപോയത്. അത് എന്ത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ദക്ഷിണേന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഏത് തരത്തിലാണ് അത് പ്രതിഫലിക്കുന്നത് എന്ന് അറിയാനായിട്ട് നമുക്ക് ഈ സർവേ ഒന്ന് പരിശോധിക്കാം. TV9 എന്ന് പറയുന്ന ചാനലിൻ്റെ TV9 പോൾസ്റ്റാറ്റാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. 20 ലക്ഷം സാമ്പിളുകളിൽ നിന്നാണ് ഇവർ ഈ സർവേ നടത്തിയത് എന്ന് പറയുന്നു. അവർ പറയുന്ന കണക്കുകൾ ഇങ്ങനെയാണ്: DMK 23 സീറ്റുകൾ നേടും, കോൺഗ്രസ് 8 സീറ്റുകൾ നേടും, CPI 2 സീറ്റ് നേടും. പക്ഷേ ഇവിടെ വലിയൊരു നഷ്ടം CPM സംഭവിക്കും. കാരണം CPM 2 സീറ്റ് ഉണ്ടായിരുന്ന തമിഴ്നാട്ടിൽ അത് 1 സീറ്റായി ചുരുങ്ങുമെന്നാണ്. ഇതിന് മുൻപ് വന്ന സർവേകളിലും ഏകദേശം CPM പറഞ്ഞിരുന്ന സീറ്റ് ഇതാണ്. നമുക്കറിയാം, ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ വേണ്ടി നെട്ടോട്ടമോടും CPM സംബന്ധിച്ച് ഈ ഒരു സർവേ അത്ര ആശാവഹമായ ഒരു കാര്യമല്ല. കാരണം കേരളത്തിൽ അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടാൽ പോലും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ സീറ്റ് നേടിയാൽ അതിൻ്റെ സാങ്കേതികത്വത്തിൽ ഈ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ കഴിയും. തമിഴ്നാട്ടിൽ 1 സീറ്റിലേക്ക് അവർ ചുരുങ്ങും എന്ന് തന്നെ പറയുന്നു. ചില സർവേകൾ അവർക്ക് സീറ്റേ പറയുന്നില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ ഒരു ശ്രദ്ധേയമായ കാര്യം, BJP 3 സീറ്റ് നേടുമെന്ന് TV9 സർവേയിൽ പറയുന്നു. ADMK വട്ടപൂജ്യമാകുമെന്ന് പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP വട്ടപൂജ്യവും ADMK 1 സീറ്റ് നേടുന്ന കാഴ്ച കണ്ടെങ്കിൽ ഇത്തവണ ADMK വട്ടപൂജ്യത്തിലേക്ക് പോകുന്നു. BJP 3 സീറ്റ് നേടുന്നു എന്നുള്ളതിനാണ്. അത് മോദിയുടെ അടിക്കടിയുള്ള വരവ് തമിഴ്നാട്ടിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സർവേ അടിവരയിട്ട് പറയുന്നത്. BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുക. അതായത് DMK കഴിഞ്ഞാൽ പ്രതിപക്ഷ സഖ്യത്തിൽ ഉള്ളത് BJP ആണ്. ആ BJPയും DMK തമ്മിലുള്ള പോരാട്ടമാണ് പല മണ്ഡലങ്ങളിൽ കാണാൻ കഴിയുന്നത്. DMK മുന്നണി ഒരു വലിയ വിജയം നേടുമ്പോൾ എതിർപക്ഷത്ത് BJP മാത്രമാണ് ജയിച്ചു കയറുക എന്ന് സർവേ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.